അയ്യോ ശ്രീയേട്ടാ, ലൈറ്റ് ഒരു പ്രശ്നമായോ? ഓഫ് ചെയ്തേര്. അയ്യടാ, ഇന്നലെ ഏത് കോലത്തിലാ വന്ന് കയറിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? നീ രാവിലെ തന്നെ തുടങ്ങി. ഓ, രാത്രി പിന്നെ പറയാൻ പറ്റുന്ന കോലത്തിലാണല്ലോ കയറി വരുന്നത്. കൂടെ പഠിച്ചവരുടെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. തലണം കെട്ടിപ്പിടിച്ച് കിടന്നോളൂ. ആന്റി ഉള്ളതുകൊണ്ട് കയറി കിടക്കാനെങ്കിലും ഒരു സ്ഥലമായി. ഇത് നേരത്തെ എനിക്ക് തോന്നിയോ ഇങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ? എന്നെ പറഞ്ഞാ മതി. ഈ കഥയൊന്ന് കഴിയട്ടെ. കഥ ഗോ ടു ഹെൽ. എല്ലാവരും ചോദിക്ക ആരുടെ കുഴപ്പമാ, എന്താ ഒരു ഡോക്ടറെ കാണാത്തന്ന്. അവരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ നശിച്ച കഥ കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്ന്. അഞ്ജു പ്ലീസ്. അതെ, ആ തീപ്പെട്ടി ഒന്നെടുത്തേ. ശ്രീ, ഇത്രയും നേരം ഞാൻ ഇതാണ് നീ. അയ്യോ ഈശ്വരാ, എന്റെ കഥ. ശവത്തിന് വട്ടാണോ തോന്നുന്നു. സോറി പപ്പട്ട. അതെ, നീ ശ്രീധരനെയും കൂട്ടി മണ്ണാറശാല വരെ ഒന്ന് പോ. അവിടെ ഉരുളി കമഴ്ത്തിയ കുട്ടികളുണ്ടാവുന്ന രേവതി ചേച്ചി പറഞ്ഞത്. പിന്നെ ഉരുളി കമഴ്ത്തിയാണല്ലോ കുട്ടികൾ ഉണ്ടാവുന്നത്. അല്ല മോളെ, നിനക്കിപ്പോ ശനിയുടെ അപഹാര. അത് ശരിയാ. 5 കൊല്ലായി തുടങ്ങിയിട്ട്. പോട്ടെ. അതെ, നീ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട ആന്റി, ലേറ്റായി. ഷൂട്ടിംഗ് ഡേറ്റ്സിനെ കുറിച്ച് നിങ്ങൾ പറയണ്ട. VKP ശ്രീലങ്കയിൽ നിന്ന് എത്തിയാലുടൻ നമുക്ക് പ്ലാൻ ചെയ്യാം. യു ഗൈസ് ആർ ഓക്കെ വിത്ത് ദ കോൺസെപ്റ്റ്, റൈറ്റ്? പ്രൊസീഡ് ചെയ്യാല്ലേ? ഷുവർ. All right then. Thank you. Okay, thanks. Thank you. Kumar, Thank you. please take care of them. Sir, please come. Okay. അഞ്ജു, VKP ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യും. ഇല്ലെങ്കിൽ സമയത്തിന് കിട്ടില്ല. He's a very busy man. Oh sure. റോയ്, ഗ്രാൻഡോ ബിൽഡേഴ്സിന്റെ MD വിളിച്ചിരുന്നു. റോയ് ഫ്രീ ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. Yeah, I'll get back to him. Okay. All right. അഞ്ജു 15th no appointments. Okay? അന്ന് ആനിയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ എപ്പോഴും മറക്കുന്ന പരാതിയാണ്. എന്തായാലും ഇത്തവണ ഓർത്തല്ലോ. Yeah, thanks to Facebook. Anju, by the by, you're looking ravishing as usual. Oh, thanks. പിന്നെ എന്ത് പറയുന്നു നമ്മുടെ റൈറ്റർ? Same. He's busy in his own world. Hey, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. Talk to. Thanks. ഇത് റോയ് ഇടുക്കള. ഇയാൾക്ക് ഒരേ ഒരു വീക്ക്നെസ്സേ ഉള്ളൂ. എന്താണെന്ന് പറയണ്ടല്ലോ. ചുള്ളിക്കാലാണെങ്കിൽ ഐറ്റം കൊള്ളാം. എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാൻ ജാനകി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാ ഗോമതി. ഹലോ രാക്ഷസി. ഗുഡ് മോർണിംഗ് ബിജുമേനൻ സാറേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ സാറേ പതിവില്ലാതെ രാവിലെ തന്നെ? നിന്റെ ഈ കച്ചേരി കേട്ട് വന്നതാ. ഓഹോ ഡോക്ടർ സാറേ, ഒരു സംശയം. ശരിക്കും ഈ പൈൽസിന് വരുന്നുണ്ടോ? പോടാ, അറിയില്ലായിരിക്കും. പപ്പയുടെ പപ്പ പാൻഡിട്ടോണ്ടിരിക്കുക. കാരണന്മാര് പറയുന്നത് എത്ര ശരിയാ, ജെറ്റിട്ടാണ് പാൻറ്റിനാണെന്ന്. ഇത് സബ് ഇൻസ്പെക്ടർ ലോപ്പസ് ചെഞ്ചേരി. ശ്രീധർ എന്ന സാഹിത്യകാരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി. കൂട്ടന്റെ മനുഷ്യനോട് വേദന കൊണ്ട് പൊളയുമ്പോഴോ രാവിലെ തുടങ്ങി ഉറപ്പാണല്ലോ, ഇതുവരെ കഴിഞ്ഞില്ലേ? ശീതൽ സാറാ, വാ സാറേ കേറി ക്ലാസ് ചായ. വേണ്ട സാറേ, ഞാൻ വെറുതെ ഒന്ന് നടക്കാറിങ്ങിയതാ. എന്തായി സാറേ പുതിയ നോവല് തീരാറായോ? ചെറിയൊരു
റൈറ്റേഴ്സ് ബ്ലോക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സാറേ, എല്ലാം ശരിയാവും. താങ്ക്സ്. അപ്പൊ സാറേ ഞാൻ ചെല്ലട്ടെ. സാർ ഏതായാലും ഇറങ്ങാൻ നിൽക്കല്ലേ? ശരി, കാണാം. ശരി. എടാ ക്ലീറ്റസേ, എന്നാ? നീ എന്റെ ഷർട്ട് കണ്ട? ആ അവിടെ എവിടെയെങ്കിലും കാണും. പോയി നോക്കിക്കൂടായോ ചുമ്മാ. എടാ പട്ടി കഴിവേറി, നിന്നെ ഞാൻ കൊല്ലും. പോലീസ് യൂണിഫോം. ക്ഷമിക്കണം. എന്നാലും നീ എന്നോട് ഇതെന്തിനു ചെയ്തു? സോറി സാറേ, ഒരു കൂറത്തോട് ചോദിച്ചപ്പോ ക്ലാര ചേച്ചി എടുത്തു തന്നതാ. ശരി, കരയണ്ട. എടി ക്ലാരേ, ഇറങ്ങി വാടി. രാവിലെ നിങ്ങൾക്ക് ഇത് എന്നത്തിന്റെ കേടാ? കൊറേ നേരം ആയില്ല കിടന്ന് അലർന്നു. ഒന്നുമില്ല, യൂണിഫോമിന്റെ കാര്യത്തിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാരില്ല, ഞാൻ അലക്കി തേച്ച് വെച്ച വേറെ ഒരെണ്ണകത്തിരിപ്പുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ക്ലാര പോയിക്കോളൂ. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ഇവനോട്. എന്തിനാ സാറേ ചുമ്മാ വെറുതെ? ശ്ശേ, അയ്യേ. ഇനി ഉച്ചക്ക് ചോറ് തിന്നണ്ടല്ലോ, വയറിറങ്ങില്ലേ? പോ ചെല്ലി. മതി ചായ, ഒന്ന് വെക്കുന്നേ. അടുത്ത ആഴ്ച വരുമല്ലേ? അപ്പൊ പറഞ്ഞ പോരെ ഇതൊക്കെ? അയ്യേ, ഇപ്പോഴോ? ഇവിടെ അഞ്ചു ഇരിക്കുക, ഞാൻ പിന്നെ വിളിക്കാം. ദേ, കളിക്കല്ലേ? ദിവസം 4-5 തവണയെ വിളിക്കുന്ന, എത്ര പറഞ്ഞാലും കേക്കില്ല. ഹോ, ഒരു വർഷം ഇച്ചായനെ പിരിഞ്ഞിരിക്കുന്ന വിഷമം അതെനിക്കേ അറിയൂ. ആ, എന്തായി ശ്രീധരന്റെ നോവലിന്റെ കാര്യം? എവിടെ? അതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാ പിന്നെ അത് മതി. പക്ഷേ നിന്നെ സമ്മതിക്കണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു? ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ദ റെസ്റ്റ് ഇസ് ഫെയ്റ്റ്. ഈ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നതൊക്കെ വിവാഹം കഴിയുന്നവരേ ഉള്ളൂ. Then it's a compromise. ഹോ, ആ കാര്യത്തിൽ എന്തായാലും ഞാൻ ലക്കിയ. തോമാച്ചാൻ ഇപ്പോഴും ഭയങ്കര റൊമാൻറ്റിക്കാന്നേ. വന്നാ പിന്നെ ആ ഒരൊറ്റ വിചാരേ ഉള്ളൂ. ആരാടാ? ബോസ്. ആ, നിന്റെ ജോലിക്കാരൻ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ശോ, അടുത്ത ആഴ്ച ഇച്ചായ പരിപാടി. പുള്ളി വന്ന് പോയിട്ട് മതി വേറെ പണി. ആ, ഞാൻ നാളെ ഓഫീസിൽ എത്തിയിട്ട് മെയിൽ ചെയ്തേക്കാം. വേണ്ട, ഉണ്ട്, ഉണ്ട്. പച്ച മതി. എന്താന്ന് അറിയില്ല, ഇന്ന് വിളിച്ചപ്പോ കൂടെ വന്നിട്ടുണ്ട്. ആ, ഓക്കെ, ബൈ. ഇവിടെ എവളോ ശമ്പളം? അങ്ങളെ, ഇതെവിടെ? അങ്കിളെന്നോ? ചേട്ടാന്ന് വിളിയടാ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര കൊല്ലമായി? ചുരുങ്ങിയതൊരു 4-5 കൊല്ലമെങ്കിലും ആയില്ലേ? ഞാൻ എന്താ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ കോൾ മീ ബ്രോ. എന്തോന്ന്? യെസ് മാൻ, ഐ എം ഗെറ്റിംഗ് മാരീഡ്. ഏ? നാളെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ഗ്രാൻഡ് ഡേയ്സിൽ. നീ അഞ്ജുനെയും കൂട്ടി വാ. എന്റെ അങ്കിളെ, അല്ല ചേട്ടാ, പെണ്ണാര്? അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാവടാ. നീ വാ. ഓക്കെ. I'm sexy and I know it. I'm sexy. താടി കുറച്ചും കൂടി വളരണം. ആ, എങ്ങനെയുണ്ട്? അയാളെ വിളിച്ചു എന്ന് കരുതി അങ്ങനെ അങ്ങ് ചാടിക്കറി പോണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അപ്പൊ പോണ്ടേ? അയ്യോ, അങ്ങനെയെങ്കിലേ സ്ത്രീക്കൊപ്പം ഒന്ന് പുറത്തു പോവാലോ. ഒന്നും പറയാൻ പറ്റില്ല. ആ, അതെ, ആന്റി തൽക്കാലം ഒന്നും അറിയണ്ടാട്ടോ. ആ തള്ളവലെ കണകുണ വർത്താനം പറഞ്ഞ ഞാൻ എല്ലാം വിളിച്ചു പറയും. പ്ലീസ്. ആ ശരി, പോ, വാ. എങ്ങോട്ടാ അഞ്ചു? രണ്ടുപേരും ഒന്നിച്ചാണല്ലോ. ശ്രീയുടെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ്. മഴ പെയ്യുവോ? തള്ളക്ക് ഞാൻ പറട്ടോ. നടക്കങ്ങോട്ട്. ബൈ ആന്റി. ബൈ. ഹായ്, ഹൗ ആർ യു? ഓക്കെ. ഡോളി, മീറ്റ്.
ശ്രീ അഞ്ജു ഹായ് ഇരിക്കും. ഓ യാ സിദ് പറയാറുണ്ട്. കൊള്ളാം, നല്ല മാച്ച് താങ്ക് യു. അല്ലേ? ശ്രീ, യു നോ ഷീസ് എ മോഡൽ, ആക്ട്രസ് ആൻഡ് വാട്ട് നോട്ട്. ഓ, ആക്ട്രസ് ആണല്ലേ? ആ. ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കണേ? ഏയ് സിനിമയൊക്കെ കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണോ? ഞാൻ സീരിയലല്ല. ഓ, അത് ശരിയാ. സീരിയൽ കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയതാ. എങ്ങനെയാ ഡോളിയെ മീറ്റ് ചെയ്തത്? അത് I think yours in one of my albums, right darling? യെസ്, ഷീസ് റൈറ്റ്.